അധ്യായം 35. ഫാത്വർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 45. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർദി ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാഅ യസീദു ഫിൽ ഖൽഖി മാ യശാഅ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവസ്തുതിയും അല്ലാഹുവിന്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. 2, 3, 4 ചിറകുകളുള്ള മലക്കുകളെ ദൂതന്മാരായി നിയോഗിച്ചവനും. സൃഷ്ടിയിൽ താൻ ഇച്ഛിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു മനുഷ്യർക്ക് അനുഗ്രഹത്തിന്റെ വല്ല കവാടവും തുറന്നു കൊടുക്കുകയാണെങ്കിൽ അത് തടയാൻ ആർക്കും സാധ്യമല്ല. അവൻ എന്തെങ്കിലും തടഞ്ഞു വെക്കുകയാണെങ്കിൽ അത് വിട്ടുകൊടുക്കാനും ആർക്കുമാവില്ല. അവൻ പ്രതാപിയും യുക്തിമാനുമാണ്. യാ അയ്യുഹന്നാസു ഉദ്കുറൂ നിഅ്മതല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹു ഫഅന്നാ തുഅ്ഫകൂൻ. മനുഷ്യരെ, അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം നൽകുന്ന അല്ലാഹുവല്ലാത്ത വല്ല സ്രഷ്ടാവുമുണ്ടോ? അവനല്ലാതെ ദൈവമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്? وَإِن يُكَذِّبُوكَ فَقَدْ كُذِّبَتْ رُسُلٌ مِّن قَبْلِكَ وَإِلَى اللَّهِ تُرْجَعُ الْأُمُورُ. അവർ നിന്നെ തള്ളിപ്പറയുന്നുവെങ്കിൽ അറിയുക, നിനക്ക് മുമ്പും ധാരാളം ദൈവദൂതന്മാരെ കള്ളമാക്കി തള്ളിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുക അല്ലാഹുവിങ്കലേക്കാണ്. യാ അയ്യുഹന്നാസു ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാതുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മനുഷ്യരെ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അതിനാൽ ഇഹലോക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. പെരും വഞ്ചകനായ ചെകുത്താനും അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഇന്നശ്ശൈത്വാന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. തീർച്ചയായും ചെകുത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അതിനാൽ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണുക. അവൻ തന്റെ സംഘത്തെ ക്ഷണിക്കുന്നത് അവരെ നരകാവകാശികളാക്കി തീർക്കാനാണ്. അല്ലദീന കഫറൂ ലഹും അദാബുൻ ശദീദ് വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോ അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ يشاء فلا تذهب نفسك عليهم حسرات
إن الله عليم بما يصنعون. എന്നാൽ തന്റെ ചീത്തപ്രവൃത്തി ചേതോഹരമായി തോന്നുകയും അങ്ങനെ അത് നന്മയായി കാണുകയും ചെയ്തവന്റെ സ്ഥിതിയോ? സംശയമില്ല, അല്ലാഹു അവനിച്ഛിക്കുന്നവരെ വഴികേടിലാക്കുന്നു, അവനിച്ഛിക്കുന്നവരെ നേർവഴിയിലുമാക്കുന്നു. അതിനാൽ അവരെക്കുറിച്ചോർത്ത് കൊടും ദുഃഖത്താൽ നീ നിന്റെ ജീവൻ കളയേണ്ടതില്ല. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണ് അല്ലാഹു. വല്ലാഹു അല്ലദീ അർസല الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. കാറ്റുകളെ അയച്ചുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ അത് മേഘത്തെ തള്ളി നീക്കുന്നു. പിന്നീട് നാം അതിനെ മൃതമായ നാട്ടിലേക്ക് നയിക്കുന്നു. അതുവഴി നാം ഭൂമിയെ അതിന്റെ നിർജീവാവസ്ഥയ്ക്കു ശേഷം ജീവനുള്ളതാക്കുന്നു. അവ്വിധം തന്നെയാണ് ഉയിർത്തെഴുന്നേൽപ്പും. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലുസ് സാലിഹു യർഫഉഹു വല്ലദീന യംകുറൂന അസ്സയ്യിആതി ലഹും അദാബുൻ ശദീദ് ومكر أولئك هو يبور. ആരെങ്കിലും അന്തസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അറിയുക, അന്തസ്സൊക്കെയും അല്ലാഹുവിന്റെ അധീനതയിലാണ്. നല്ല വാക്കുകൾ കയറിപ്പോകുന്നത് അവങ്കലേക്കാണ്. സൽപ്രവൃത്തികളെ അവൻ സമുന്നതമാക്കുന്നു. എന്നാൽ കുടിലമായ കുതന്ത്രങ്ങൾ കാണിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ട്. അവരുടെ കുതന്ത്രം തകരുക തന്നെ ചെയ്യും. വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ ജഅലകും അസ്വാജാ വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തദഉ ഇല്ലാ ബിഇൽമിഹി وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. അല്ലാഹു നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ ബീജഗണത്തിൽ നിന്നും. അതിനുശേഷം അവൻ നിങ്ങളെ ഇണകളാക്കി. അവന്റെ അറിവോടെയല്ലാതെ ഒരു സ്ത്രീയും ഗർഭം ചുമക്കുന്നില്ല, പ്രസവിക്കുന്നുമില്ല. ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ ഒരു വൃദ്ധനും ആയുസ് നീട്ടിക്കൊടുക്കുന്നില്ല. ആരുടെയും ആയുസ്സിൽ കുറവ് വരുത്തുന്നുമില്ല. അല്ലാഹുവിന് ഇതൊക്കെയും വളരെ എളുപ്പമാണ്. وما يستوي البحران هذا عذب فرات سائغ شرابه وهذا ملح أجاج ومن كل تأكلون لحما طريا وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون. രണ്ടു ജലാശയങ്ങൾ, അവയൊരിക്കലും ഒരേപോലെയല്ല. ഒന്ന് ശുദ്ധവും ദാഹമകറ്റുന്നതും കുടിക്കാൻ രുചികരവുമാണ്. മറ്റൊന്ന് ചവർപ്പുള്ള ഉപ്പുവെള്ളവും. എന്നാൽ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് തിന്നാൻ പുതുമാംസം ലഭിക്കുന്നു. നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങളും നിങ്ങൾ അവയിൽ നിന്ന് പുറത്തെടുക്കുന്നു. അവ പിളർന്ന് കപ്പലുകൾ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിലൂടെ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹം തേടാനാണത്. നിങ്ങൾ നന്ദിയുള്ളവരാകാനും. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى
ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير. അവൻ രാവിനെ പകലിൽ കടത്തിവിടുന്നു, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നു. സൂര്യചന്ദ്രന്മാർ അവന്റെ അധീനതയിലാണ്. അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചരിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള അല്ലാഹുവാണ് നിങ്ങളുടെ നാഥൻ. ആധിപത്യം അവന്റേതു മാത്രമാണ്. അവനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുക പോലുമില്ല. അഥവാ കേട്ടാലും നിങ്ങൾക്ക് ഉത്തരമേകാൻ അവർക്കാവില്ല. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കും. അല്ലാഹുവല്ലാതെ ഇങ്ങനെ സൂക്ഷ്മജ്ഞാനിയെപ്പോലെ നിങ്ങൾക്ക് ഇത്തരം വിവരം തരുന്ന ആരുമില്ല. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതരാണ്. അല്ലാഹുവോ സ്വയം പര്യാപ്തനും സ്തുത്യർഹനും. ഇൻ യശഅ യുദ്ഹിബകും വയഅതി ബിഖൽഖിൻ ജദീദ്. അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളെ തൂത്തുമാറ്റി പകരം പുതിയൊരു സൃഷ്ടിയെ അവൻ കൊണ്ടുവരും. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അത് അല്ലാഹുവിന് ഒട്ടും പ്രയാസകരമല്ല. വലാ തസിറു വാസിറതു വിസ്റ ഉഖ്റാ وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة ومن تزكى فإنما يتزكى لنفسه وإلى الله المصير. പാപഭാരം പേറുന്ന ആരും അപരന്റെ ഭാരം വഹിക്കുകയില്ല. ഭാരത്താൽ ഞെരുങ്ങുന്നവൻ തന്റെ ചുമട് വഹിക്കാൻ ആരെയെങ്കിലും വിളിച്ചാൽ അതിൽ നിന്ന് ഒന്നും തന്നെ ആരും ഏറ്റെടുക്കുകയില്ല. അതാവശ്യപ്പെടുന്നത് അടുത്ത ബന്ധുവായാൽ പോലും. നിന്റെ മുന്നറിയിപ്പ് ഉപകരിക്കുക തങ്ങളുടെ നാഥനെ നേരിൽ കാണാതെ തന്നെ ഭയപ്പെടുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ്. വല്ലവനും വിശുദ്ധി വരിക്കുന്നുവെങ്കിൽ അത് തന്റെ സ്വന്തം നന്മയ്ക്കു വേണ്ടി തന്നെയാണ്. എല്ലാവരുടെയും മടക്കം അല്ലാഹുവിങ്കലേക്കാണ്. വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ. കാഴ്ചയുള്ളവനും ഇല്ലാത്തവനും തുല്യരല്ല. വലദ്ദുലുമാതു വലന്നൂർ. ഇരുളും വെളിച്ചവും സമമല്ല. വലദ്ദില്ലു വലൽ ഹറൂർ. തണലും വെയിലും ഒരുപോലെയല്ല. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാഅ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാവുകയില്ല. തീർച്ചയായും അല്ലാഹു അവനിച്ഛിക്കുന്നവരെ കേൾപ്പിക്കുന്നു. കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ നിനക്കാവില്ല. ഇൻ അൻത ഇല്ലാ നദീർ. നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രം. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ.
നാം നിന്നെ അയച്ചത് സത്യസന്ദേശവുമായാണ്, ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായാണ്. മുന്നറിയിപ്പുകാരൻ വന്നു പോകാത്ത ഒരു സമുദായവും ഇല്ല. وَإِن يُكَذِّبُوكَ فَقَدْ كَذَّبَ الَّذِينَ مِن قَبْلِهِمْ جَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ وَبِالزُّبُرِ وَبِالْكِتَابِ الْمُنِيرِ. ഈ ജനം നിന്നെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവർക്ക് മുമ്പുള്ളവരും അവ്വിധം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളും പ്രമാണങ്ങളും വെളിച്ചം നൽകുന്ന വേദപുസ്തകവുമായി അവർക്കുള്ള ദൂതന്മാർ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. ثُمَّ أَخَذْتُ الَّذِينَ كَفَرُوا فَكَيْفَ كَانَ نَكِيرِ. പിന്നീട് സത്യത്തെ തള്ളിപ്പറഞ്ഞവരെ നാം പിടികൂടി. അപ്പോഴെന്റെ ശിക്ഷ എവ്വിധമായിരുന്നു. أَلَمْ تَرَ أَنَّ اللَّهَ أَنزَلَ مِنَ السَّمَاءِ مَاءً فَأَخْرَجْنَا بِهِ ثَمَرَاتٍ مُخْتَلِفًا أَلْوَانُهَا وَمِنَ الْجِبَالِ جُدَدٌ بِيضٌ وَحُمْرٌ مُخْتَلِفٌ أَلْوَانُهَا وَغَرَابِيبُ سُودٌ. അല്ലാഹു മാനത്ത് നിന്ന് മഴ പെയ്യിച്ചത് നീ കാണുന്നില്ലേ? അതുവഴി നാനാ നിറമുള്ള പലയിനം പഴങ്ങൾ നാം ഉൽപ്പാദിപ്പിക്കുന്നു. പർവ്വതങ്ങളിലുമുണ്ട് വെളുത്തതും ചുവന്നതുമായ വ്യത്യസ്ത വർണ്ണമുള്ള വഴികൾ, കറുത്തിരുണ്ടതുമുണ്ട്. وَمِنَ النَّاسِ وَالدَّوَابِّ وَالْأَنْعَامِ مُخْتَلِفٌ أَلْوَانُهُ كَذَلِكَ إِنَّمَا يَخْشَى اللَّهَ مِنْ عِبَادِهِ الْعُلَمَاءُ إِنَّ اللَّهَ عَزِيزٌ غَفُورٌ. മനുഷ്യരിലും മൃഗങ്ങളിലും കന്നുകാലികളിലും വ്യത്യസ്ത വർണ്ണമുള്ളവയുണ്ട്. തീർച്ചയായും ദൈവദാസന്മാരിൽ അവനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്. സംശയമില്ല, അല്ലാഹു പ്രതാപിയാണ്, ഏറെ പൊറുക്കുന്നവനും. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. ദൈവിക ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും നഷ്ടം പറ്റാത്ത കച്ചവടം കൊതിക്കുന്നവരാണ്. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. അല്ലാഹു അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം പൂർണ്ണമായും നൽകാനാണിത്, തന്റെ അനുഗ്രഹത്തിൽ നിന്ന് കൂടുതലായി കൊടുക്കാനും. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്, വളരെ നന്ദിയുള്ളവനും. വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ. നാം നിനക്ക് ബോധനമായി നൽകിയ വേദപുസ്തകം സത്യമാണ്, അതിനു മുമ്പുള്ള വേദങ്ങളെ ശരിവെക്കുന്നതും. നിശ്ചയം അല്ലാഹു തന്റെ ദാസന്മാരെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. പിന്നീട് നമ്മുടെ ദാസന്മാരിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്തവരെ
നാം ഈ വേദപുസ്തകത്തിന്റെ അവകാശികളാക്കി. അവരിൽ തങ്ങളോട് തന്നെ അതിക്രമം കാട്ടുന്നവരുണ്ട്, മധ്യനിലപാട് പുലർത്തുന്നവരുണ്ട്, ദൈവഹിതത്തിനൊത്ത് നന്മകളിൽ മുന്നേറുന്നവരും അവരിലുണ്ട്. ഇതുതന്നെയാണ് അതിമഹത്തായ അനുഗ്രഹം. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. അവർ നിത്യജീവിതത്തിനുള്ള സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിക്കും. അവരവിടെ സ്വർണവളകളും മുത്തും അണിയിക്കപ്പെടും. അവിടെ അവർ ധരിക്കുക പട്ടുവസ്ത്രമായിരിക്കും. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. അവർ പറയും, ഞങ്ങളിൽ നിന്ന് ദുഃഖമകറ്റിയ അല്ലാഹുവിന് സ്തുതി. ഞങ്ങളുടെ നാഥൻ ഏറെ പൊറുക്കുന്നവനാണ്, വളരെ നന്ദിയുള്ളവനും. الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. തന്റെ അനുഗ്രഹത്താൽ നമ്മെ നിത്യവാസത്തിനുള്ള വസതിയിൽ കുടിയിരുത്തിയവനാണവൻ. ഇവിടെ ഇനി നമ്മെ ഒരുവിധ പ്രയാസവും ബാധിക്കുകയില്ല. നേരിയ ക്ഷീണം പോലും നമ്മെ സ്പർശിക്കില്ല. والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്കുള്ളതാണ് നരകത്തീ. അവർക്കവിടെ മരണമില്ല. അതുണ്ടായിരുന്നെങ്കിൽ മരിച്ചു രക്ഷപ്പെടാമായിരുന്നു. നരകശിക്ഷയിൽ നിന്ന് അവർക്കൊട്ടും ഇളവ് കിട്ടുകയില്ല. അവ്വിധമാണ് നാം എല്ലാ നന്ദി കെട്ടവർക്കും പ്രതിഫലം നൽകുന്നത്. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. അവരവിടെ വെച്ച് ഇങ്ങനെ അലമുറയിടും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെയൊന്ന് പുറത്തയക്കണമേ. ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊള്ളാം. അല്ലാഹു പറയും, പാഠം ഉൾക്കൊള്ളുന്നവർക്ക് അതുൾക്കൊള്ളാൻ മാത്രം നാം ആയുസ് നൽകിയിരുന്നില്ലേ? നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിട്ടുമുണ്ടായിരുന്നില്ലേ? അതിനാൽ ഇനി അനുഭവിച്ചു കൊള്ളുക. അക്രമികൾക്കിവിടെ സഹായിയായി ആരുമില്ല. إن الله عالم غيب السماوات والأرض إنه عليم بذات الصدور. തീർച്ചയായും അല്ലാഹു ആകാശഭൂമികളിൽ ഒളിഞ്ഞുകിടക്കുന്നവയൊക്കെയും അറിയുന്നവനാണ്. സംശയമില്ല, മനസ്സുകൾ ഒളിപ്പിച്ചു വെക്കുന്നതെല്ലാം നന്നായി അറിയുന്നവനാണവൻ. هو الذي جعلكم خلائف في الأرض فمن كفر فعليه كفره ولا يزيد الكافرين كفرهم عند ربهم إلا مقتا ولا يزيد الكافرين كفرهم إلا خسارا. നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയത് അവനാണ്. ആരെങ്കിലും അവിശ്വസിക്കുന്നുവെങ്കിൽ ആ അവിശ്വാസത്തിന്റെ ദോഷം അവന് തന്നെയാണ്. സത്യനിഷേധികൾക്ക് അവരുടെ സത്യനിഷേധം തങ്ങളുടെ നാഥന്റെ അടുത്ത് അവന്റെ കോപമല്ലാതൊന്നും വർദ്ധിപ്പിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അവരുടെ സത്യനിഷേധം
നഷ്ടമല്ലാതൊന്നും പെരുപ്പിക്കുകയില്ല. قل أرأيتم شركاءكم الذين تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات أم آتيناهم كتابا فهم على بينة منه بل إن يعد الظالمون بعضهم بعضا إلا غرورا. പറയുക, അല്ലാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പങ്കാളികളെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ എന്താണ് അവർ സൃഷ്ടിച്ചതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരൂ. അല്ലെങ്കിൽ ആകാശങ്ങളിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ? അതല്ലെങ്കിൽ നാം അവർക്കെന്തെങ്കിലും പ്രമാണം നൽകിയിട്ടുണ്ടോ? അതിൽ നിന്നുള്ള തെളിവനുസരിച്ചാണോ അവർ നിലകൊള്ളുന്നത്? എന്നാൽ അതൊന്നുമല്ല. അക്രമികൾ അന്യോന്യം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും വഞ്ചന മാത്രമാണ്. ഇന്നല്ലാഹ യുംസികു السماوات والأرض أن تزولا ولئن زالتا إن أمسكهما من أحد من بعده إنه كان حليما غفورا. അല്ലാഹു ആകാശഭൂമികളെ നീങ്ങിപ്പോകാതെ പിടിച്ചു നിർത്തുന്നു. അഥവാ അവ നീങ്ങിപ്പോവുകയാണെങ്കിൽ അവനൊഴികെ അവയെ പിടിച്ചു നിർത്തുന്ന ആരുമില്ല. അവൻ സഹനശാലിയും ഏറെ പൊറുക്കുന്നവനുമാണ്. وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِن جَاءَهُمْ نَذِيرٌ لَيَكُونُنَّ أَهْدَى مِنْ إِحْدَى الْأُمَمِ فَلَمَّا جَاءَهُمْ نَذِيرٌ مَا زَادَهُمْ إِلَّا نُفُورًا. ബഹുദൈവ വിശ്വാസികൾ തങ്ങൾക്കാവും വിധം അല്ലാഹുവിന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞു, തങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നെത്തിയാൽ തങ്ങൾ മറ്റേതു സമുദായത്തെക്കാളും സന്മാർഗം സ്വീകരിക്കുന്നവരാകുമെന്ന്. എന്നാൽ മുന്നറിയിപ്പുകാരൻ അവരുടെ അടുത്തു ചെന്നപ്പോൾ അത് അവരിൽ വെറുപ്പ് മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ. ഇസ്തിക്ബാറൻ ഫിൽ അർദി വമക്ര അസ്സയ്യി ولا يحيق المكر السيء إلا بأهله فهل ينظرون إلا سنة الأولين فلن تجد لسنة الله تبديلا ولن تجد لسنة الله تحويلا. അവർ ഭൂമിയിൽ അഹങ്കരിച്ചു നടന്നതിനാലാണിത്. ഹീനതന്ത്രങ്ങളിലേർപ്പെട്ടതിനാലും കുടിലതന്ത്രം അത് പയറ്റുന്നവരെ തന്നെയാണ് ബാധിക്കുക. അതിനാൽ മുൻഗാമികളുടെ കാര്യത്തിലുണ്ടായ ദുരന്താനുഭവങ്ങളല്ലാതെ മറ്റെന്താണ് അവർക്ക് കാത്തിരിക്കാനുള്ളത്? അല്ലാഹുവിന്റെ നടപടിക്രമത്തിൽ ഒരു മാറ്റവും നിനക്ക് കാണാനാവില്ല. അല്ലാഹുവിന്റെ നടപടിക്രമത്തിൽ വ്യത്യാസം വരുത്തുന്ന ഒന്നും നിനക്ക് കണ്ടെത്താനാവില്ല. أَوَلَمْ يَسِيرُوا فِي الْأَرْضِ فَيَنْظُرُوا كَيْفَ كَانَ عَاقِبَةُ الَّذِينَ مِنْ قَبْلِهِمْ وَكَانُوا أَشَدَّ مِنْهُمْ قُوَّةً وَمَا كَانَ اللَّهُ لِيُعْجِزَهُ مِنْ شَيْءٍ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ إِنَّهُ كَانَ عَلِيمًا قَدِيرًا. ഇക്കൂട്ടർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് തങ്ങളുടെ പൂർവികരുടെ പര്യവസാനം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുന്നില്ലേ? അവർ ഇവരെക്കാൾ എത്രയോ കരുത്തരായിരുന്നു. അറിയുക, അല്ലാഹുവെ തോൽപ്പിക്കുന്ന ഒന്നുമില്ല, ആകാശത്തുമില്ല ഭൂമിയിലുമില്ല. തീർച്ചയായും അവൻ സകലം അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുറ്റവനും.
ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. അല്ലാഹു മനുഷ്യരെ അവർ ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തുവേയും അവൻ ബാക്കി വയ്ക്കുമായിരുന്നില്ല. എന്നാൽ ഒരു നിശ്ചിത അവധി വരെ അവനവർക്ക് അവസരം നീട്ടിക്കൊടുക്കുന്നു. അങ്ങനെ അവരുടെ കാലാവധി വന്നെത്തിയാൽ തീർച്ചയായും അല്ലാഹു തന്റെ ദാസന്മാരെ കണ്ടറിയുന്നതാണ്.